വരൾച്ചയുടെ നെല്ലിപ്പലകയിലും കൃഷിക്ക് പ്രാധാന്യം നൽകുന്ന തമിഴ്നാട് പറയുന്നത് മുല്ലപ്പെരിയാർ പൊട്ടില്ലെന്നാണ്. എന്നാൽ മലയാളികളുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്ലസിന്റെ വാള് പോലെ മുല്ലപ്പെരിയാർ തൂങ്ങിയാടാൻ തുടങ്ങിയിട്ട് കാലം എത്ര കഴിഞ്ഞിരിക്കുന്നു. ചുണ്ണാമ്പും സുർക്കി മിശ്രിതവും കരിങ്കല്ലും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് ഇന്ന് ലോകത്തുള്ളതിൽ ഏറ്റവും പഴക്കമുള്ള ഭൂഗുരുത്ത അണക്കെട്ട്. അതുകൊണ്ട് തന്നെ കേരളീയർ ഭയക്കുന്നു. ഈ അണക്കെട്ട് കാലപ്പഴക്കം ചെന്നതാണെന്നും പൊട്ടുമെന്നും. ഏതായാലും കോടതിയിൽ മുല്ലപ്പെരിയാർ വീണ്ടും എത്തി. ഇതിപ്പോൾ ഇടയ്ക്കിടെ ഇങ്ങനെ ചൂടേറിയ ചർച്ചയാകാനുള്ള പ്രധാന കാരണം കേരളത്തിൽ എന്തെങ്കിലും ദുരന്തം നടന്നിട്ടുണ്ടാകണം. അതെ, കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് വയനാട്ടിൽ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടുകയും നിരവധി ജീവനുകൾ പൊലിയുകയും ഇനിയും നിരവധി ആളുകളുടെ ശരീരങ്ങളാണ് കണ്ടെത്താനുള്ളത്. പിന്നാലെ തന്നെ കേരളത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള വലിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള അപായമണിയും മുഴങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും മുല്ലപ്പെരിയാർ കേരളത്തിൽ ഒരു ചർച്ചയാകാനുള്ള കാരണം ഇതുതന്നെയാണ്. അല്ലെങ്കിലേ കേരളം പേടിച്ചു വിറച്ചാണ് ഇപ്പോൾ ഈ ഒരു മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അതിനിടയിലാണ് ഇന്ന് മറ്റൊരു അപകടം സംഭവിച്ചത്. കർണാടക കൊപ്പൽ ജില്ലയിലെ തുംഗഭദ്ര അണക്കെട്ടിന്റെ ഗേറ്റ് തകർന്നതാണ് ഇന്ന് ആശങ്കയായത്. 19ാമത്തെ ഷട്ടറിന്റെ ചങ്ങലയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ പൊട്ടിയത്. ഇതിനെ തുടർന്ന് ഡാമിൽ നിന്ന് വൻതോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നുണ്ട്. 1 ലക്ഷത്തോളം ക്യുഎക്സ് വെള്ളം ഇതിനകം പുറത്തേക്ക് ഒഴുക്കിവിട്ടതായാണ് വിവരം. അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി 33 ഗേറ്റുകളും തുറന്നുവിട്ടിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൊപ്പൽ, വിജയനഗര, ബെല്ലാരി, റായ്ചൂർ തുടങ്ങി 4 ജില്ലകൾക്ക് അതീവ ജാഗ്രതയാണ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു അപകടം ഈ ഒരു തുംഗഭദ്ര അണക്കെട്ടിൽ സംഭവിക്കുന്നത്. ഡാമിൽ നിന്ന് 60,000 മില്യൺ ക്യൂബിക് ഫീറ്റ് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിട്ടാൽ മാത്രമേ ഷട്ടറുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ സാധ്യമാകൂ എന്നാണ് റിപ്പോർട്ടുകൾ. അപകടമുണ്ടായ തുംഗഭദ്ര അണക്കെട്ട് മുല്ലപ്പെരിയാർ കഴിഞ്ഞാലുള്ള വലിയ സുർക്കി അണക്കെട്ടാണ്. ശർക്കരയും കരിമ്പിൻ നീരും മുട്ടവെള്ളയും ചേർത്ത് തയ്യാറാക്കിയ സുർക്കി ചാന്തിൽ കരിങ്കല്ലിൽ കെട്ടിയുണ്ടാക്കിയതാണ് മുല്ലപ്പെരിയാറിന്റെയും അടിത്തറ. 2016 മഹാരാഷ്ട്രയിലെ മഹാഡിൽ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച പാലം ഒലിച്ചുപോയിരുന്നു. 88 വർഷം പഴക്കമുള്ള പാലമായിരുന്നു അന്ന് അപകടത്തിലായത്. തുംഗഭദ്ര അണക്കെട്ടിന്റെ ഒരു ഷട്ടറാണ് നിലവിൽ തകർന്നത്. മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ സുർക്കി അണക്കെട്ടാണ്. കർണാടക, ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ ആശ്രയിക്കുന്ന ഡാം നിർമ്മിച്ചത് 1949-ലാണ്. 70 വർഷത്തിനിടയിൽ ഇതാദ്യമായാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. പമ്പാസാഗർ എന്നും അറിയപ്പെടുന്ന തുംഗഭദ്ര അണക്കെട്ട് കർണാടകയിലെ തുംഗഭദ്ര നദിക്ക് കുറുകെ നിർമ്മിച്ച ജലസംഭരണിയാണ്. ജലസേചനം, വൈദ്യുതി ഉൽപാദനം, വെള്ളപ്പൊക്ക നിയന്ത്രണം തുടങ്ങിയവയ്ക്കായി ഉപയോഗിക്കുന്ന അണക്കെട്ടാണിത്. കർണാടകയിലെയും ആന്ധ്രയിലെയും കർഷകർ വേനൽക്കാലത്ത് ഉപയോഗിക്കുന്നത് ഈ ഡാമിലെ ജലമാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന തുംഗഭദ്ര നദികളിൽ നിന്നാണ് തുംഗഭദ്ര എന്ന പേര് ലഭിച്ചത്. കർണാടകയിലൂടെ 382 കിലോമീറ്റർ ഈ നദികൾ ഒഴുകുന്നുണ്ട്. നദികൾ ആന്ധ്രയിലെത്തുമ്പോൾ ഒന്നിച്ചു ചേരും. 1945 പദ്ധതിക്ക് തറക്കല്ലിട്ടു. 1956 പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സർ ആർതർ കോട്ടൺ ആണ് തുംഗഭദ്ര പദ്ധതിക്ക് തുടക്കമിട്ടത്. പദ്ധതിക്ക് ഏകദേശം 90 ഗ്രാമങ്ങളായി 50,000-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ഹൈദരാബാദിലെ രാജാവും മദ്രാസ് പ്രസിഡൻസിയും ചേർന്നാണ് നിർമ്മാണം ആരംഭിച്ചത്. സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം മൈസൂർ, ഹൈദരാബാദ് സർക്കാരുകൾ തമ്മിലുള്ള സംയുക്ത പദ്ധതിയായി മാറി. ജലം 2 സംസ്ഥാനങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. എം വിശ്വേശ്വരയ്യയാണ് പദ്ധതിക്ക് മേൽനോട്ടം വെച്ചത്. അണക്കെട്ടിന്റെ ചെലവ് 16,96 ലക്ഷം രൂപയായിരുന്നു. അടിത്തറയിൽ നിന്ന് 162 അടി ഉയരത്തിലാണ് അണക്കെട്ട്. ഏകദേശം 8,000 അടിയാണ് അണക്കെട്ടിന്റെ നീളം. സുർക്കി ഉപയോഗിക്കുന്നതിന്റെ ചെലവ് കുറവാണ്, ഉറപ്പ് കൂടുകയും ചെയ്യും. ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്ത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. തുംഗഭദ്ര അണക്കെട്ടിന്റെ ഷട്ടർ തകർന്നതോടെ മുല്ലപ്പെരിയാർ വിഷയത്തിലും ആശങ്ക വർദ്ധിക്കുകയാണ്.